ഹായ്, ഇന്ന് ഡേ 11 ആണ്. നമ്മൾ ട്രെഡ്മിൽ ആദ്യമേ സ്റ്റാർട്ട് ചെയ്ത് 10 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ടൈമിംഗ് ഒക്കെ ഒന്ന് പ്രോപ്പറായി വരുന്നതേ ഉള്ളേ, അതുകൊണ്ടാണ് ഒന്ന് ഡിലേ ഒക്കെ ആയി വരുന്നത്. 20 മിനിറ്റ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, ടൈം മാനേജ്മെൻറ്റ് മെയിനാണ്. നമ്മൾ കിട്ടുന്ന ടൈം കറക്റ്റായിട്ട് ഉപയോഗിക്കുക. ശേഷം നമ്മുടെ ബോഡി വെയ്റ്റ് വർക്കൗട്ട്, പുഷപ്പ്, സ്ക്വാട്ട്, ക്രഞ്ചസ്, പുള്ളപ്സ് ഇതെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എല്ലാം ഒരേ കൗണ്ടിൽ തന്നെ മിക്കപ്പോഴും നിർത്തുന്നത്. കാരണം ഡേ 15 മുതൽ നമ്മൾ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സ് നോക്കാമെന്ന് കരുതി. കാരണം 105 നമുക്ക് ചെയ്ത് ആദ്യത്തെ സെറ്റ് കഴിഞ്ഞ് രണ്ടാമത്തെ സെറ്റൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരേ കൗണ്ടിൽ തന്നെ നമ്മൾ കണ്ടിന്യൂസ് ചെയ്തിട്ട് ഇമ്പ്രൂവ്മെൻറ്റ്സ് ചെയ്യാമെന്ന് കരുതി. എന്തായാലും നമ്മൾ ഫസ്റ്റ് സെറ്റ് പുഷപ്സിൽ 105, പുള്ളപ്സിൽ 29, സ്ക്വാട്ടിൽ 60, ക്രഞ്ചസിൽ ഫസ്റ്റ് സെറ്റ് 200 ആണ് നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് സെറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് സെറ്റ് കൗണ്ട് കുറയുന്നൊക്കെ ഉണ്ട്, പക്ഷേ സ്ക്വാട്ടൊക്കെ എപ്പോഴും സെയിം ആണ്. പുള്ളപ്സ് 22 ഒക്കെ ആവാറുണ്ട്. എന്നാലും നമ്മൾ എല്ലാം ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആഡ് ഓൺ ചാലഞ്ച് 10 ബാക്ക് ഫ്ലിപ്പ്. അപ്പോൾ ബാക്ക് ഫ്ലിപ്പൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നവർ സേഫായിട്ട് തന്നെ ചെയ്യുക. ബെഡൊക്കെ വെച്ചിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്തെടുക്കുക. എനിക്ക് നേരത്തെ ചെയ്ത് ശീലമുണ്ട്, മാത്രമല്ല ഞാനത് വീണ്ടും അത് പ്രാക്ടീസ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളത് ചെയ്യുമ്പോൾ സേഫായിട്ട് തന്നെ ചെയ്യുക, ഇഞ്ചുറിയും കാര്യങ്ങളും ഉണ്ടാവരുത്. മാത്രമല്ല പ്രോപ്പർ റെസ്റ്റും ഫുഡിൻ്റെയും എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക, എന്നാലേ നല്ല നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ചലഞ്ചെല്ലാം നമ്മൾ ചെയ്ത് 1000 പഞ്ചസിൽ നമ്മൾ കുഴപ്പമില്ലാതെ ഇപ്പോൾ ഇടിക്കുന്നുണ്ട്. നല്ല കോമ്പിനേഷൻ കിട്ടുന്നുണ്ട്, പക്ഷേ കുറച്ച് പവർ പഞ്ചസ് കുറവാണ്. പവർ നമ്മൾ ചെയ്ത് ഇമ്പ്രൂവ് ആയിക്കോളും. എന്തായാലും കുഴപ്പമില്ലാതെ തന്നെ നമ്മൾ ഇരിക്കുന്നുണ്ട്. ഇത് കരാമയിലെ വിജോ ഫിറ്റ്നസ് ആണ്. ഇവിടെ നമുക്ക് ബോക്സിങ്ങും പ്ലസ് ഫിറ്റ്നസ് പരമായിട്ടൊക്കെ ആൾക്കാർക്ക് വേണ്ടവർക്ക് ജോയിൻ ചെയ്യാം. മാത്രമല്ല നമുക്കിവിടെ 25th ഗ്രാൻഡ് ഓപ്പണിങ്. അന്ന് നമുക്കിവിടെ ഒരു ആം റെസ്ലിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ വലിയ വലിയ ആൾക്കാർ വരുന്നുണ്ട്, രാഹുൽ പണിക്കർ ഉൾപ്പെടെ കുറേ പേര് വരുന്നുണ്ട്. അപ്പോൾ മത്സരം 25th ഗ്രാൻഡ് ഓപ്പണിംഗ് കൂടെയാണ്. എന്തായാലും ഉഷാറാവും, കാരണം അത് കോമ്പറ്റീഷനാണ്, വലിയ ലെവലിലുള്ള മത്സരമാണ്. അപ്പോൾ നമുക്ക് മെമ്പർഷിപ്പ് രജിസ്ട്രേഷൻ എല്ലാം പ്രീ ലോഞ്ചിങ് ഓഫറാണ്. അത്യാവശ്യം നല്ല ഓഫറുണ്ട്. മാക്സിമം അവിടെ ജോയിൻ ചെയ്യാൻ പറ്റുന്നവർ ജോയിൻ ചെയ്യുക, നമുക്ക് ഒരുമിച്ച് സെറ്റാവാം. എന്തായാലും നമ്മൾ 1000 പഞ്ചസ് ഫിനിഷ് ചെയ്ത് ലാസ്റ്റ് സെറ്റാണ്. അപ്പോൾ ഇന്നലെ ദീപാവലിയുടെ രാത്രി ഭയങ്കര ആഘോഷമായിരുന്നു. പടക്കം പൊട്ടിയും കാര്യങ്ങളും എല്ലാം നല്ല രസമായിരുന്നു, ഭയങ്കര പരിപാടിയായിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഉള്ളവരെക്കാട്ടി കൂടുതലുള്ളത് ഇന്ത്യക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയിലെ എല്ലാ ആഘോഷങ്ങളും ഇവിടെ നടക്കും. അങ്ങനെ നമ്മുടെ ചലഞ്ചസൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് തീർത്തിട്ടുണ്ട്. അപ്പോൾ എന്നോട് പറയാം, ഇതൊക്കെ ശ്രദ്ധിക്കുക, ആരോഗ്യം ശ്രദ്ധിക്കുക, ഇന്ത്യയിൽ കാര്യങ്ങളൊന്നും ഉണ്ടാവാതെ സേഫായിട്ട് പ്രാക്ടീസ് ചെയ്യുക. എല്ലാം ഉണ്ട്, ആരോഗ്യം ഇല്ലായെങ്കിലുള്ള അവസ്ഥ അറിയാമല്ലോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. എല്ലാവരും സ്റ്റേ ഫിറ്റ്.